തായ്ഫ് മാൾ ഇങ്ങനെയാണ്. ലേഡീസ് ഓൺലി അല്ല, ഇവിടെ ജെൻസിനും ഉണ്ട്. ഒരു പുതിയ ലോഷൻ വാങ്ങാൻ വന്നാണ്. അപ്പോൾ പുതിയ എനിക്ക് സാമ്പിൾ കിട്ടി, ഉപയോഗിച്ച് നോക്കി, നല്ല മണമുണ്ട്, സൂപ്പർ. നിങ്ങളെ ഫ്രാഗ്രൻസ് ഉപയോഗിച്ച അതേതാണ്, ഇവിടെ തന്നെ ഉണ്ട്, മുന്നിൽ തന്നെ ഉണ്ട്. ഇത് ഇതല്ല, ഒരു കൊക്ടെയിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. ആ കൊക്ടെയിൽ എല്ലാം കൂടി മിക്സ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സ്മെല്ല്. ഭാര്യ ഉപയോഗിക്കുന്നുണ്ട്, എനിക്കതൊരു സാമ്പിൾ കിട്ടി ഉപയോഗിക്കുന്നുണ്ട്, മക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാ എനിക്കല്ല, മോൾക്ക് കാണിച്ചു കൊടുത്തോളൂ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ ഒരു സ്മെല്ലിനാണോ ഇത്, അതാ മോയ്സ്ചറൈസ്ഡ് അല്ലെങ്കിൽ 3-in-1 ആയിട്ട് നമുക്ക് പറയാം. വേറൊരു പെർഫ്യൂം വാങ്ങേണ്ട ആവശ്യമില്ല, മോയ്സ്ചറൈസർ വാങ്ങേണ്ട ആവശ്യമില്ല. അതെ അതെ, സ്പ്രേ അടിച്ചൊന്നും പോകണ്ടല്ലോ. തല തേക്കാൻ പറ്റുമോ? തലയില്ല, ഫേസ് വേണ്ട, ഫുൾ ബോഡി തേക്കാം. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഏത് സ്കിന്നിനും, സെൻസിറ്റീവ് സ്കിന്നിന് വരെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. തിന്നരുത് കേട്ടോ. പിന്നെ ചെറിയ ലൈറ്റ് ഊത് ഫ്രാഗ്രൻസ് ആണ് ഇത് വരുന്നത്. കോക്ടെയിൽ ലൈറ്റ് ഊത് ഏതാണ്? കോക്ടെയിലാണ്, അല്ല മറുവ. ഞാൻ ഇപ്പോൾ തായിഫ് മാളിലാണ്, കോട്ടയ്ക്കലല്ലേ. പല ടൈപ്പും വിദേശ രാജ്യത്തു നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്മെല്ല് പല ആളുകൾക്കും അല്ലാതെ ഒരു അനുഭൂതി ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ഇന്ത്യൻ്റെ അല്ലേ? ഇവിടുത്തെ തായ്ഫ് നമ്മുടെ മെയ്ഡ് ഇൻ കോട്ടയ്ക്കൽ അല്ലേ? ഇവിടുത്തെ തായ്ഫിന്റെ സ്വന്തം പ്രൊഡക്റ്റ്. പിന്നെ സ്പാനിഷ് വരുന്നുണ്ട്, ഇത് കുറച്ച് ലൈറ്റ് ഫ്രാഗ്രൻസ് ആണ്. ഓരോന്നും എല്ലാം ഒരു കോമൺ സ്മെല്ല് തന്നെയാണ് വരുന്നത്. പക്ഷെ ആ കോക്ടെയിലാണ് എനിക്ക് കുറച്ചും കൂടി ആ ജെൻസിലേക്കൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. UAE-ലുണ്ട്, ഖത്തറിൽ പോകുന്നുണ്ട്. ഉണ്ട്. ഞാൻ ചൈനയിലേക്ക് പോയിട്ട് പല ആളുകൾക്കും ഇത്തരം ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ചൈനയിൽ പോയിട്ട് അവരെ സഹായിക്കുന്നുണ്ട് ഞാൻ. പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇത്രയും ക്വാളിറ്റിയുള്ള ഇങ്ങനെ നല്ല പാക്കിംഗ് ഒക്കെ ഉള്ളത് ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്ന് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. നമ്മുടെ കൂട്ടുകാരൻ തന്നെ എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തന്ന് അടിച്ചു നോക്കുമ്പോൾ വല്ലാത്തൊരു ഫീല്, നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കെമിക്കൽ സംഗതികളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഒരുപാട് ആൾക്കാർ ഇത് ഉപയോഗിച്ച ഒരു റിസൾട്ട് പറയുന്നുണ്ട്. പിന്നെ സ്കിന്നിന് വേറെ എന്തെങ്കിലും പ്രശ്നം ഏത് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അതുപോലെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്, റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. എനിക്ക് പല സ്പ്രേ എനിക്ക് പറ്റില്ല, അത്ര ഞാൻ ചിലത് യൂസ് ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് കയ്യിലും കാലിലൊക്കെ അതൊന്ന് പുരട്ടി പോയിട്ടുണ്ടെങ്കിൽ ഷർട്ടൊക്കെ ഇടുന്നതിന് മുമ്പ് കുളിച്ച ഉടനെ തന്നെ മേലൊക്കെ പുരട്ടും നമുക്ക് ഒരു സ്പ്രേ അടിച്ച ഫീലിംഗ് കിട്ടും. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു മോയ്സ്ചറൈസർ മുഖത്ത് പറ്റുന്നത് ഫേസിലേക്ക് ഇല്ലല്ലോ. കൈ കാല് ഇതിലൊക്കെ ഫുൾ ബോഡിക്ക് എവിടെ കുളിച്ച ഉടനെ പുരട്ടാം അല്ലേ? അപ്പം അതുകൊണ്ട് മാത്രമാണ് ഒരു സ്പ്രേയുടെ ആവശ്യം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ പലതും പറയും ഈ സ്പ്രേ ഒഴിവാക്കണം, ഇത് മാത്രം മതി, അങ്ങനെയൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. ഓരോന്നിനും ഓരോരോ നിങ്ങൾ ഇതിൻ്റെ സ്മെല്ലൊന്ന് ഫീൽ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇന്ന് ഒരു 10 പേർക്ക് അടിച്ചു കൊടുത്തിട്ട് 9 പേരും ഹായ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ 10-ൽ ഒരാളായിരിക്കും കൊള്ളാം എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് സ്മെല്ലാണ് എന്നാണ് ഇതിന്ന് മനസ്സിലായത്. ബാക്കിയൊക്കെ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കുക. സ്പെഷ്യൽ ഓഫർ വരുന്നുണ്ട്, 550 വരുന്നുള്ളൂ. 550 അടിപൊളി. അത് സൂപ്പറായി. ഇത് കണ്ടാൽ ഒരു ഗ്ലാസ് പോലെ തോന്നുന്നുണ്ട്, പൊട്ടിയില്ല കേട്ടോ. കാരണം ഇത് ചിലപ്പോൾ കുട്ടികൾ താഴെ ഇടുമല്ലോ. അത് ഓക്കെ കേട്ടോ. താല്പര്യമുള്ളവരെ താഴെ നമ്പറിൽ വിളിക്കുക, അവർ കൊറിയറായിട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചു തരും. 550 കൊറിയർ ചാർജ് ഉണ്ടാവും അല്ലേ? അത് സമയത്തിനനുസരിച്ച് ഓഫർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ കൊറിയർ ചാർജോട് കൂടി. ഇനി 4 കൂടെ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ വല്ല ഓഫറും ഉണ്ട് എൻ്റെ പ്രേക്ഷകർക്ക് നാളെ കൊടുക്കുക. അതൊന്നും ഞാൻ പ്രൈസ് പറയുന്നില്ല. കോട്ടയ്ക്ക് തായ്ഫിൽ വന്ന് നേരിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. വിദേശ രാജ്യത്തു നിന്നൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ ഇതുപോലത്തെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു തോന്നി ഇന്ത്യയിലെ സാധനം ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. അതുകൊണ്ട് വന്നതാണ്, എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ അങ്ങോട്ട് വന്നതാണ്. എന്നാൽ ഞാൻ മക്കൾക്ക് കൊടുക്കുക. ഏതാണ് വേണ്ടത്? ഏത് സ്മെല്ലാണ് എനിക്ക് വേണ്ടത്? മറുവേ. അവർക്ക് മറുവേണ്. ഈ കുട്ടിക്ക് എന്താ മോളെ എന്താ എനിക്ക് വേണ്ടത്? ഏതാണ്? ഏത് സ്മെല്ലാണ്? രണ്ടാളും മറുവാക്കണ്ട, ഒരാൾ വേറെ ആയിക്കോട്ടെ. ലവ്ലി. ഓൾക്ക് ലവ്ലി കൊടുക്കൂ, എനിക്ക് കോക്ടെയിൽ. ഞാൻ അതിൻ്റെ ആളാണ്. പിന്നെ അത് തായ്ഫ് മാളിൽ ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു തേങ്ങ ഉടക്കണത്. എനിക്ക് തോന്നുന്നു ഒരു 8-10 കൊല്ലമായിട്ടുണ്ടാവും. ഒരുപാട് വൈറലായി ഒരു തേങ്ങ ഉടച്ചത് ഈ മാളിൻ്റെ അറ്റത്തു നിന്നായിരുന്നു. ഇപ്പോൾ ആ മെഷീൻ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും പുതിയ ഐറ്റംസ് വന്ന അടുത്ത പ്രോഗ്രാമിലൂടെ നമുക്ക് ഇതിൻ്റെ മാളിന് ഉള്ളിലുള്ള പുത്തൻ കാഴ്ചകൾ പരിചയപ്പെടാം.